അപ്പോൾ 2.5 മാസത്തിൻ്റെ ഒരു ഇടവേളയ്ക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ടൊന്ന് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടാമെന്നൊരു പ്രോമിസിലാണ് ഞാൻ കഴിഞ്ഞ വീഡിയോ നിർത്തിയിരുന്നത്. പക്ഷേ വീണ്ടും അക്കാഡമിക് ഷെഡ്യൂൾസ് കാരണം എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇത്തവണ ഞാൻ വാക്ക് പാലിച്ചിരിക്കും. കാരണം ഞാൻ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, തിരിച്ച് നാട്ടിലെത്തി, നമ്മുടെ പഴയ സെറ്റപ്പിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും എനിക്ക് കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, ഞാൻ ഉറപ്പ് തരുന്നു. അപ്പോൾ അധികം വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഹായ്, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ജേർണലിങ്ങിനെ പറ്റി ഞാൻ ഇതിനു മുന്നേ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് ദ ബെനിഫിറ്റ്സ് ഐ ഗോട്ട് ഫ്രം ജേർണലിങ്ങും 2 ഹൗ ഐ ജേർണൽ എന്നുള്ളതും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്തുകൊണ്ട് നിങ്ങൾ ജേർണൽ ചെയ്യണം എന്നുള്ള എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിലെ കുറച്ച് കാര്യങ്ങളാണ്. ഒരുപാട് റീസൺസ് ഉണ്ട് എന്തുകൊണ്ട് നമ്മൾ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരുപാടാണ്. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ള, എനിക്ക് പേഴ്സണലി റിസൾട്ട് വന്നിട്ടുള്ള, അല്ലെങ്കിൽ എനിക്ക് ഒരാൾ എന്തുകൊണ്ട് ജേർണൽ ചെയ്യണം എന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്, വൈ യു ഷുഡ് ചൂസ് ജേർണലിങ്. ജേർണലിങ് വഴി എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് റീകണക്റ്റിംഗ് വിത്ത് മൈ ഓൾഡർ സെൽഫ്. ഈ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ ഏത് ഏജിലും ആയിക്കോട്ടെ, നമുക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രായം എപ്പോഴും കാണും, അല്ലേ? ഒന്നിൽ കൂടുതൽ സമയം നമുക്ക് കാണും. നമ്മുടെ പാസ്റ്റിലേക്ക് നമുക്ക് തിരിച്ചു പോകാമെന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരു പരിധി വരെ നമ്മളുടെ ഒരു പാസ്റ്റ് സെൽഫുമായിട്ട്, അത് ഏത് ഏജും ആയിക്കോട്ടെ, നമ്മളെ റീകണക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് ജേർണലിംഗ് എന്ന് എനിക്ക് ഒരുപാട് വട്ടം തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം കാണിക്കട്ടെ. ഇതെൻ്റെ ഒരു ജേർണലാണ്. ശരിക്കും ഇതൊരു പ്ലെയിൻ ബുക്കിൽ ഞാൻ എൻ്റെ കുറച്ച് ഓർമ്മകൾ സൂക്ഷിച്ച് വെച്ചതാണ്. ഇതൊരു പ്ലെയിൻ ആയിട്ടുള്ളൊരു ബുക്കിൽ എൻ്റെതായ ഓരോ സമയം എനിക്ക് തോന്നുന്ന രീതി അനുസരിച്ച്, അപ്പോഴത്തെ ഒരു കലാബോധമൊക്കെ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു ജേർണലാണ്. ഇത് ഫുള്ളി യൂസ്ഡ് ഒന്നുമല്ല, ഞാനിത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നൊരു കാര്യമാണ്. ഇതിലെന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ഡയറി എഴുതാൻ തുടങ്ങിയ ഒരു സമയത്തെ എൻ്റെ ആദ്യത്തെ പേജ് ഓഫ് മൈ ഡയറി, അത് ഞാൻ കട്ട് ചെയ്ത് ഇതിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ 10th പഠിക്കുമ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് തന്നൊരു ലെറ്ററായത്. ഇതുപോലെ പല ഓർമ്മകളും ഞാൻ ഈ പുസ്തകത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എപ്പോഴൊക്കെ ഈ ബുക്ക് എടുത്ത് തുറന്നു നോക്കിയാലും എൻ്റെ മനസ്സിന് വല്ലാത്തൊരു കുളിർമയാണ്. അപ്പോൾ ഇതിൽ ഞാൻ ഇടയ്ക്ക് ഈ ബുക്ക് എടുത്ത് തുറന്നു നോക്കാറുണ്ട്. എനിക്ക് ചില സമയത്ത് ഒരുപാട് മനസ്സിന് വിഷമം വന്നിരിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ തോന്നുമ്പം ഞാനിവിടെ ഈ ഒരു കോർണറിൽ, എൻ്റെ റൂമിൻ്റെ ഈ ഒരു കോർണറിൽ വന്നിരുന്നിട്ട് ഈ ഒരു ബുക്ക് തുറന്നു നോക്കും. അപ്പം ആ ഒരു സമയം ഞാൻ ഓരോ പേജിലും എനിക്ക് ഓരോ ഓർമ്മകളാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ 10th പഠിക്കുന്ന സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് തന്ന ലെറ്റർ. ഈ ലെറ്റർ ഞാൻ ഒന്നുകൂടെ എടുത്ത് വായിക്കുമ്പോൾ അവൾ അന്ന് അവളുടെ ഏജ് 15ആണ്. ഇന്ന് ഞങ്ങൾക്ക് 2 പേർക്ക് 29 വയസ്സുണ്ട്. ഞാൻ ഇന്ന് രാവിലെ കൂടെ ഞാൻ ആളുടെ അടുത്ത് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ ഞാൻ ഇന്ന് ആ ആളെ അല്ല, ഞാൻ ആളുടെ പേരോട് പറയാം, മിന്ന. അപ്പം മിന്ന ഇന്ന് രാവിലെ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഉള്ള മിന്നയല്ല ഞാൻ ആ ലെറ്ററിൽ കാണുന്നത്. അന്ന് 10th ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ കൊച്ചു മനസ്സിൽ അന്ന് 15 വയസ്സുള്ള മിന്നയെ ഞാൻ ഓർക്കുന്നത്. കൂടെ ഞാനും ആ 15 വയസ്സുകാരി ആവുകയാണ്. ലെറ്ററിൻ്റെ പകുതി ആകുമ്പോഴേക്കും വായിച്ച് ഞങ്ങൾ 2 പേരും ആ 10th ക്ലാസ്സിലെ ആ ഒരു ബെഞ്ചിലും ഡെസ്കിലും ഇരിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടുന്നത്. അന്നത്തെ യൂണിഫോം, അവളിട്ടിരുന്ന യൂണിഫോം അല്ലെ ഞാനിട്ടിരുന്ന യൂണിഫോം, ഇത് എൻ്റെ മനസ്സിൽ കടന്നു പോകുന്നത് മുഴുവനും ആ കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടം ഇതിൽ മനോഹരമായിട്ട് എനിക്ക് റിക്കളക്ട് ചെയ്യാൻ വേറൊരു മാർഗ്ഗം എനിക്കിപ്പോൾ എന്തായാലും കയ്യിലില്ല. ഞാൻ മിന്നയായിട്ട് ഷെയർ ഒരു ഞങ്ങളുടെ ഫോട്ടോസ്, 15 വയസ്സിലുള്ള എൻ്റെയും മിന്നയുടെയും ഒരു ഫോട്ടോ ആണ് ഞാൻ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വിഷ്വലി കാണാൻ പറ്റും. ഞങ്ങൾ രണ്ടുപേരും സ്പെൻഡ് ചെയ്ത ഒരു ടുഗദർ ടൈമിൻ്റെ ആ ഒരു ബ്യൂട്ടി എനിക്ക് കാണാനൊക്കെ പറ്റും. പക്ഷേ ഈ ഒരു അനുഭവം അതൊന്ന് വേറെ തന്നെയാണ്. ഒരിക്കലും എനിക്ക് വേറെ ഒരു കാര്യവുമായിട്ട് റീപ്ലേസ് ചെയ്യാൻ തോന്നാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഈ ജേർണൽ എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്ന് ഞാനത് അപ്ഡേറ്റ് ചെയ്യാറുണ്ട്.
ചിലപ്പം പാർട്ട്ണറുമായിട്ടുള്ള എന്തെങ്കിലും നല്ല മൊമെൻറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്ക് പാർട്ട്ണർ തരുന്ന ഒരു ലെറ്റർ ആയിരിക്കും. ഞങ്ങൾ രണ്ടുപേരും ലെറ്റർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. എപ്പോഴും അടുത്തടുത്തിരിക്കുന്ന മനുഷ്യരാണെങ്കിലും കൈകൊണ്ട് ലെറ്റേഴ്സ് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഓൾഡ് സ്കൂൾ ആളുകൾ തന്നെയാണ് ഞങ്ങൾ. അക്കാര്യത്തിൽ ഞാൻ ഭയങ്കര ലക്കിയാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ട് സർക്കിൾ തൊട്ട് പാർട്ട്ണർ വരെ എന്നെപ്പോലെ തന്നെയാണ്. ലെറ്റേഴ്സ് എഴുതി എനിക്ക് അയക്കാനും അതുപോലെ എല്ലാം ഹാൻഡ് റിട്ടൺ ആയിട്ട് അവരുടെ ഇഷ്ടം ഹാൻഡ് റിട്ടൺ ആയിട്ട് തന്നെ എക്സ്പ്രസ് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകൾ എൻ്റെ ചുറ്റിനുള്ളതിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഈവൻ അതുപോലും ഞാൻ ജേർണൽ ചെയ്ത് എഴുതി വെക്കാറുണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ബുക്ക് ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ എനിക്കിപ്പോൾ 29 വയസ്സുണ്ട്. എനിക്ക് നാളെ 40 വയസ്സാകുമ്പം എനിക്ക് 29 വയസ്സിലേക്കൊന്ന് തിരിഞ്ഞു നോക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് ഈ ബുക്ക് എടുത്ത് നോക്കിയാൽ മതി. ഒരു പരിധി വരെ നമ്മൾ മറന്നുപോയ നമ്മളെ ആയിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കാൻ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മളെ ഹെൽപ്പ് ചെയ്യും അല്ലേ. ഇപ്പം ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇതുവരെ ജേർണൽ ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിരുന്നു പക്ഷെ നിങ്ങളുടെ സമയത്തിരക്കുകൾ കൊണ്ടോ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് നിന്ന് പോയിരുന്നൊരു സ്വഭാവമാണ് ജേർണലിംഗ് എങ്കിൽ അത് തുടങ്ങാനായിട്ട് ഒരു ചെറിയ ആഗ്രഹമൊക്കെ വരുന്നില്ലേ? അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും വൈകിക്കേണ്ട, ഉടനെ തന്നെ ഈ ഒരു ഹാബിറ്റ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളൂ. അതിനായിട്ട് നിങ്ങൾ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലെയിൻ ബുക്ക് എടുക്കുക, എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, നിങ്ങൾ സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ അതിൽ എഴുതി ചേർക്കുക. അല്ല എന്നുണ്ടെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരുപാട് ജേർണൽസ് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ കുട്ടികളും ഉണ്ടാവും, അഡൽട്സും ഉണ്ടാവും അല്ലേ. എനിക്ക് കുട്ടികളോട് പറയാനുള്ളത് ഇതാണ്, നിങ്ങളുടെ ഒരു ബെസ്റ്റ് ടൈമിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഇന്ന് ഒരുപാട് മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ അറിയാതെ തന്നെ. നിങ്ങൾ അറിയുന്നില്ല നിങ്ങളുടെ ഏറ്റവും നല്ല കാലഘട്ടത്തിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് മെമ്മറീസ് ഉണ്ടാവുന്നുണ്ട്. ആക്ച്വലി മെമ്മറീസ് അല്ല, മൊമെൻറ്റ്സ് ക്രിയേറ്റഡ് ആവുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ക്ലാസ്സിൽ ടീച്ചർ വന്നില്ല ഒരു പീരീഡിൽ. ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് കാണിച്ച കുരുത്തക്കേടുകൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ള കാര്യങ്ങൾ, നിങ്ങൾ കൂട്ടുകാരുമായിട്ട് എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിൽ അത്, ഇനി ഒരു കൂട്ടുകാരുമായി ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് നിങ്ങൾ വഴക്കുണ്ടാക്കി നിങ്ങൾ തിരിച്ച് കൂട്ടുകൂടി, ആ ഒരു മെമ്മറി. അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന എന്തും ആയിക്കോട്ടെ. ചിലപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രായത്തിൽ ഒരു പെർട്ടിക്കുലർ ഏജിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിരുന്ന ഒരു മ്യൂസിക് ആയിരിക്കാം, ഒരു പാട്ടായിരിക്കാം, ഒരു സിനിമ ആയിരിക്കാം, നിങ്ങളുടെ ഇഷ്ടമുള്ള ക്രിക്കറ്റ് പ്ലെയർ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നടന്ന എന്തെങ്കിലും മെമ്മറബിൾ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരിക്കും. ചിലപ്പം അമ്മ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഭക്ഷണമായിരിക്കാം. എന്തായാലും അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് ഒരു കാലയളവുണ്ട്. നമ്മുടെ ലൈഫിൽ എല്ലാ കാലവും നമ്മളുടെ കൂടെ ഒരാൾ ഉണ്ടാവണം എന്നില്ല. നമ്മളായിക്കോട്ടെ, നമ്മുടെ പാരൻസ് ആയിക്കോട്ടെ, നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, ലൈഫ് ലോങ് നമ്മൾ മാത്രമേ നമ്മുടെ കൂടെ ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ലൈഫ് ലോങ് നമുക്ക് ഈ രുചികളും ഈ മണങ്ങളും നമുക്കിഷ്ടമുള്ള പാട്ടുകൾ, നമുക്കിഷ്ടമുള്ള മെമ്മറീസ്, നമ്മളെ വേദനിപ്പിച്ച ചില കാര്യങ്ങൾ, നമ്മൾ ഓർക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്കിഷ്ടമുള്ള വ്യക്തികൾ, അവരുമായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ്, ഇതൊക്കെ കുറച്ചെങ്കിലും നമുക്ക് ഭാവിയിലേക്ക് കൊണ്ടുപോകണം എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അത് ഡോക്യുമെൻ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ സമയങ്ങൾ ഫ്രീസ് ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ല സമയമാണ് നിങ്ങളുടെ ചൈൽഡ്ഹുഡ്. ഇന്ന് വരെ തുടങ്ങിയിട്ടില്ല ജേർണലിംഗ് എങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഞാൻ ചെയ്യണം എന്ന് പറയുകയാണ്. നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിന് കൊടുക്കുന്ന ഒരു വലിയ ഗിഫ്റ്റ് ആയിരിക്കും അത്. ഒരിക്കലും റിഗ്രറ്റ് ചെയ്യാത്ത, നമ്മുടെ മരണം വരെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഹാബിറ്റ് അല്ലെ ഒരു കാര്യമാണ് ജേർണൽ എന്ന് പറയുന്നത്. ജേർണലിംഗ് എന്ന് പറയുന്ന ഹാബിറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ജേർണലും മരണം വരെ നമ്മളുടെ കൂടെ ഉണ്ടാകാൻ പോകുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും നിങ്ങളതിനെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. മാത്രമല്ല, ഒരു 10 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ നമ്മൾ പുറകോട്ട് ആലോചിക്കുമ്പോൾ നമുക്ക് തന്നെ കൊടുത്ത ഏറ്റവും നല്ല ഗിഫ്റ്റുകളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഹാബിറ്റ് നിങ്ങളുടെ മനസ്സിൽ ഉറപ്പായിട്ടും വരും. അപ്പോൾ ഈ വീഡിയോ കാണുന്ന അഡൽട്സിനോട്, നിങ്ങളൊരു അപ്പൂപ്പനായിക്കോട്ടെ, അമ്മൂമ്മയായിക്കോട്ടെ, അച്ഛനായിക്കോട്ടെ, അമ്മയായിക്കോട്ടെ, ചേട്ടനോ ചേച്ചിയോ അങ്കിളോ ആൻറ്റിയോ, ഇനിയൊരു ടീച്ചറായിക്കോട്ടെ, എന്തായാലും നമ്മൾ സ്നേഹിക്കുന്ന നമ്മളുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളുടെ യങ്ങർ ജനറേഷന് നമുക്ക് ഗിഫ്റ്റ് ചെയ്യാനോ പകർന്നു കൊടുക്കാനോ
പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഹാബിറ്റാണ് ജേർണലിംഗ് എന്ന് പറയുന്നത്. ഇനി അതല്ല, നമ്മുടെ ഇന്നർ ചൈൽഡിനെ നമുക്കൊന്ന് അവേക്കൻ ചെയ്യണം എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലും ബെസ്റ്റ് പ്രാക്ടീസ് എൻ്റെ അറിവിൽ വേറെ ഇല്ല. ഞാൻ ഈ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു ജേർണൽ രൂപത്തിൽ ഓൾറെഡി സ്ട്രക്ചേർഡായിട്ട് നിങ്ങളുടെ കൺമുന്നിലേക്ക് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര എളുപ്പമായിരിക്കും. സ്വന്തമായിട്ട് ജേർണൽസ് ക്യൂറേറ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ, അല്ലെങ്കിൽ ഒരു പുഷ് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർ, അല്ലെങ്കിൽ ഓൾറെഡി ഒരു സ്ട്രക്ചർ ഉള്ള ഒരു ഫോർമാറ്റ് ഉള്ള ഒരു ജേർണൽ യൂസ് ചെയ്യണം എന്ന് തോന്നുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു ജേർണൽ പരിചയപ്പെടുത്താം. ഫൈൻഡേഴ്സ് കീപ്പേഴ്സ് എന്നാണ് ഈ ജേർണലിൻ്റെ പേര്. നിഷ രഘുനാഥ് എന്ന് പറയുന്ന ഒരു ടീച്ചറാണ് ഈ ഒരു ജേർണൽ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. ഗ്രോയിങ് ലിറ്റിൽ മൈൻഡ്സ് എന്ന ബുക്കിൻ്റെ ഓതർ കൂടിയാണ് നിഷ മാം. ഈ ബുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരിക്കില്ലായിരിക്കും. അതുപോലെ നമ്മളിപ്പോൾ ഒരു കുട്ടീനെ വിളിച്ചിട്ട് നമ്മളിപ്പോൾ നമ്മുടെ മകനെയോ മകളെയോ വിളിച്ചിട്ട് പറയുകയാണ്, നീ ജേർണലിങ് സ്റ്റാർട്ട് ചെയ്യണം, ഇത് ഭയങ്കര നല്ലൊരു ഹാബിറ്റാണ്, നിനക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും അത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് എത്രത്തോളം മനസ്സിലാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. പ്രത്യേകിച്ച് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ്റെ ഈ ഒരു കാലത്ത്, ഒരുപാട് ഡിസ്ട്രാക്ഷനുള്ള ഈ ഒരു കാലത്ത് അവരറിയാതെ തന്നെ അവർ ഈ ഒരു കാര്യം ചെയ്യിപ്പിച്ചെടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ജേർണലാണ് ഫൈൻഡേഴ്സ് കീപ്പേഴ്സ്. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ബുക്കാട്ടോ ഇത്. നല്ല ക്യൂട്ടായിട്ടുള്ള പിക്ചേഴ്സും അതുപോലെ നല്ല ക്യൂട്ടായിട്ടുള്ള കാമിങ് ആയിട്ടുള്ള കളേഴ്സൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഓരോ പേജും ഇവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് കൂടെ കൊണ്ടുപോകാൻ ഇഷ്ടമുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും അല്ലേ? ചില ഓർമ്മകൾ, ചില രുചികൾ, ചില മണങ്ങൾ, വായിച്ച ചില പുസ്തകങ്ങൾ, അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് പിന്നീട് ഓർക്കുമ്പം ഒരുപാട് സന്തോഷവും സുഖവും മനസ്സിന് സുഖവും തരുന്ന കാര്യങ്ങളുണ്ടാവും. ഇതൊക്കെ സൂക്ഷിച്ച് വെക്കാനും ഭാവിയിലേക്ക് കൊണ്ടുപോകാനും ഒരു ഓർമ്മ പുസ്തകം പോലെയാണ് എനിക്ക് ഈ ബുക്കിനെ തോന്നിയത്. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും പെട്ടെന്ന് സന്തോഷം കിട്ടണം എന്നാണല്ലേ. ചെറിയ സമയം കൊണ്ട് തന്നെ ഒരുപാട് സന്തോഷം കിട്ടുന്ന ആക്ടിവിറ്റീസാണ് ആളുകൾ കൂടുതലും ചൂസ് ചെയ്യാറ്. ഫോർ എക്സാമ്പിൾ സ്ക്രോളിങ്. ഒരു ദിവസം നമ്മൾ എത്ര മണിക്കൂറാണ് ഇന്നൊരാൾ സ്ക്രോൾ ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ ഫാസ്റ്റ് ഫുഡ്, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് സന്തോഷം കിട്ടുന്ന ഒരു രീതിയിലാണ് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു കാലത്ത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര പ്രസക്തമായൊരു കാര്യമാണ് ഇതുപോലുള്ള സ്ലോ ലൈഫ് നമുക്ക് നൽകുന്ന ഒരുപാട് ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിലേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ജേർണലിങ്ങിൻ്റെ ഒരു വലിയ ബെനിഫിറ്റാണ് പെർമനൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ ഓവർ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം ഞാനിപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഞാനത് ചെയ്തിട്ടുണ്ട്, ഞാനിത് ചെയ്തിട്ടുണ്ട്, ഞാൻ ജേർണൽ ചെയ്തിട്ടുണ്ട്. ഒരു 90s കിഡ് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഈ ഒരു സ്ക്രോളിങ്ങിൻ്റെ കാലഘട്ടത്തിന് മുന്നേ ജനിച്ച് അതിൽ മുന്നേ തന്നെ ചൈൽഡ്ഹുഡ് കിട്ടി പൂർത്തിയാക്കി പുറത്ത് വന്ന ഒരാളെന്നുള്ള നിലയിൽ എനിക്കിത് പറയാൻ എളുപ്പമാണ്. ഞാനത് ചെയ്തിട്ടുണ്ട്, എനിക്കത് പോസിബിളായിരുന്നു എന്നൊക്കെ പറയുന്നത്. ഇന്നത്തെ തലമുറയ്ക്ക് അത്രയും ഈസി അല്ല ഇതുപോലുള്ള ഹാബിറ്റ്സ് അവരുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോൾ എൻ്റെ ഒരു ഏർലി 20s നിൽക്കുകയാണ്. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഫോൺ ഓൺ ചെയ്യുന്നത് എൻ്റെ 19ാമത്തെ വയസ്സിലാണ്. അതായത് 10 വർഷമേ ആയിട്ടുള്ളൂ എൻ്റെ കയ്യിൽ സ്മാർട്ട് ഫോൺ കിട്ടിയിട്ട്. അതിന് മുന്നേ വരെ എൻ്റെ പ്ലഷർ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെ അല്ലേ, 90s ജനിച്ച, 80s ജനിച്ച, 70s ജനിച്ച, ഒരു ഏർലി 2000 അല്ലേ കാലഘട്ടത്തിൽ ജനിച്ച ആളുകളുടെ വരെ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് സ്മാർട്ട് ഫോണിൽ നിന്നും ഫ്രീ ആയിരുന്നു. നമുക്ക് ബോറടിക്കുമായിരുന്നു അല്ലേ. ബോറടിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുമായിരുന്നു, എന്താ എനിക്ക് എൻ്റെ ബോറടി മാറ്റാൻ എന്താ എനിക്ക് ചെയ്യാൻ പറ്റുക, എന്താണ് എൻ്റെ ഹോബീസ്. എനിക്ക് പടം വരയ്ക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ അവിടെ പടം വരയ്ക്കും. കൂട്ടുകാരെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ കൂട്ടുകാരെ കാണും. ഇപ്പം എല്ലാവരും ഫോൺ ചെയ്യുകയോ വീഡിയോ കോൾ ചെയ്യുകയോ ചെയ്തിരുന്ന സ്ഥാനത്ത് നമ്മുടെ കൂട്ടുകാരുടെ കാണെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള നമ്മുടെ വീടുകളിൽ ചിലപ്പോൾ നമ്മുടെ കൂട്ടുകാരുണ്ടായിരിക്കാം, നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂട്ടുകാരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമ്മുടെ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരുണ്ടായിരിക്കാം. അപ്പോൾ നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ അവരുടെ വീട്ടിലേക്ക് പോവും അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ കളിക്കാൻ പോവും. എന്തോരം ചൈൽഡ്ഹുഡ് മെമ്മറീസാണ് നമുക്ക് ഇന്നത്തെ കുട്ടികളെ അപേക്ഷിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന കുറേ ഭാഗ്യങ്ങളുണ്ടായിരുന്നു അല്ലേ. ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഇപ്പം സാറ്റ് കളിക്കാനൊക്കെ കുട്ടികൾ അങ്ങനെയുള്ള ഗെയിംസൊക്കെ ഇപ്പം എത്രത്തോളം കുട്ടികൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനൊരു ചൈൽഡ്ഹുഡ് ഓൾറെഡി പ്രൊവൈഡഡ് ആയിരുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് ഇതുപോലുള്ള ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്തത് ഒരു വലിയ കാര്യമാണ്. നമ്മളുടെ എഫേർട്ടായിരുന്നു എല്ലാം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. അപ്പം ഇന്നത്തെ ഒരു ജനറേഷന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക്
ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അവരെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിയലൈസ് ചെയ്യിപ്പിക്കാൻ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതും അവരെ മനസ്സിലാക്കിച്ച് ഈസിയറായിട്ട് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ മനസ്സിലാക്കിച്ചെടുക്കുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഇതുപോലുള്ള ക്യൂറേറ്റഡ് ആയിട്ടുള്ള ജേർണൽസ് ഒരുപാട് നല്ലൊരു ഗിഫ്റ്റിംഗ് ഓപ്ഷനാണ് ഇങ്ങനെയുള്ള. കാരണം ഇങ്ങനൊരു എക്സ്പീരിയൻസ് അവർക്ക് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടി യൂസ്ഡ് ആയിട്ടുള്ളൊരു മൈൻഡിന് ഒരു പെർമനൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ അച്ചീവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമായിരിക്കില്ല. അവിടെയാണ് ഈ വിഷയത്തിൽ വിജ്ഞാനമുള്ള ആളുകൾ ക്യൂറേറ്റ് ചെയ്തിരിക്കുന്ന ജേർണൽസിൻ്റെ ഒരു പ്രസക്തി. ജേർണൽസ് എന്നുള്ള കാര്യത്തിൽ മാത്രമല്ല കേട്ടോ, എല്ലാ മേഖലയിലും ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു വിഷയത്തിൽ നല്ല വിജ്ഞാനമുള്ള, നല്ല നോളജുള്ള, എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ അടുത്തു നിന്ന് കിട്ടുന്ന റിസോഴ്സസിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറച്ചേറെ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മളുടെ ജനറേഷനിൽ നിന്നുകൊണ്ടിരിക്കുന്ന പല പേരൻസും ആളുകളും കുട്ടികളെ ബ്ലെയിം ചെയ്യുന്നത് കാണാറുണ്ട്. ആക്ച്വലി നമ്മൾ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ജനറേഷനല്ലേ. നമുക്ക് ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, നമുക്ക് ഡിസ്ട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡ് നമുക്ക് ഓൾറെഡി കിട്ടി. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതല്ല, അത് ഓൾറെഡി ഇവിടെ എക്സിസ്റ്റ് ചെയ്തിരുന്നൊരു രീതിയായിരുന്നു അല്ലേ. നമ്മളതിലേക്ക് ജനിച്ച് വീണിട്ട് നമ്മൾ ആ പ്രിവിലേജസ് യൂസ് ചെയ്ത് കുറച്ച് ക്വാളിറ്റീസ്, ഇതുപോലുള്ള കുറച്ച് ക്വാളിറ്റീസ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നമ്മളുടെ ഒരു മേന്മയോ ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു കുറ്റമോ ആയിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നമ്മൾ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അവർക്ക് ആ ഒരു എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടതെന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ബോറടിക്കാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു, നമുക്ക് ബോറടിക്കാനുള്ള പ്രിവിലേജ് ഉണ്ടായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ, ഞാൻ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കാര്യം ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവൾ എനിക്കൊരു ലെറ്റർ എഴുതണം എന്ന്, അന്ന് അവളുടെ സ്നേഹം എന്നടുത്ത് കാണിക്കണമെങ്കിൽ അവൾ ആലോചിച്ചപ്പോൾ എന്താണ്, നമുക്ക് പേനയും പേപ്പറും ആണല്ലേ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളത്. അന്ന് നമുക്ക് ഫോണില്ല, അന്ന് അപ്പം അന്ന് അങ്ങനെ ഒരു കാര്യമാണ് മനസ്സിൽ ആദ്യമായിട്ട് വരുന്നത് തന്നെ. കാരണം നമുക്ക് ഇന്നത്തെ ഈ റിസോഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അന്ന് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റിയിലൊക്കെയാണ്. പക്ഷേ ഇന്നാണെങ്കിൽ എൻ്റെ കൂട്ടുകാർ, എൻ്റെ ചുറ്റിനുള്ള ആളുകളിൽ എനിക്ക് സ്നേഹം കിട്ടുന്നത് വാട്സാപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വഴി, സ്റ്റേറ്റസ് വഴി. ഒരു ബർത്ത്ഡേ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക, ആ വ്യക്തിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു ക്യാപ്ഷൻ കൊടുത്ത് നമുക്ക് പറയാനുള്ളതെല്ലാം ആ ക്യാപ്ഷനിലോട്ട് നമ്മളിടും. എന്നിട്ട് അങ്ങനെയാണ് നമ്മൾ നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാറ്. ഞാൻ ഇതിനു മുന്നേ ഒരു 2024 എൻഡ് ചെയ്തപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഡിസംബറിലെ ഒരു മെയിൻ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതിനകത്ത് ഞാൻ ബോധപൂർവ്വം ഞാൻ ചെയ്ത ഒരു ആക്ടിവിറ്റീനെ പറ്റി ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ടായിരുന്നു, ക്രിസ്മസ് കാർഡ്സ് എൻ്റെ ഫ്രണ്ട്സിന് അയക്കുക എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇൻറ്റൻഷനലി എടുത്തൊരു എഫേർട്ടായിരുന്നു ആ പണ്ടത്തെ ആ ഒരു കാലത്തിലോട്ട് ഒന്ന് തിരിച്ചു പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അത് കിട്ടുന്ന ആൾക്കും എനിക്കും ഒരേപോലെ അങ്ങനെ ആയിരിക്കും അല്ലേ ഫീൽ ചെയ്യുക, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരു വാട്സാപ്പ് മെസ്സേജിൽ ഒരു ഹാപ്പി ക്രിസ്മസ് എന്ന് അയക്കുന്നതിലും എത്രയോ ബ്യൂട്ടിഫുള്ളാണ് നമ്മളുടെ സ്വന്തം കൈകൊണ്ട് ഒരു വിഷ് എഴുതി ഒരു കാർഡ് അയക്കുന്നത്. അപ്പം അന്നത്തെ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇവിടെ ബോറടിപ്പിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി, ഈ പ്രിവിലേജസ് ഒക്കെ കിട്ടിയ നമ്മളുടെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടിയാണ് ഈ പ്ലഷേഴ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഞങ്ങളുടെ ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് പോലും. അപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ജേർണൽ ചെയ്യണം എന്നുള്ളത് ഒരുപാട് റീസൺസ് ഉണ്ട് ശരിക്കും. ഞാൻ ഇതിന് മുന്നത്തെ വീഡിയോസിലൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെയൊക്കെ പറ്റി. പക്ഷേ എനിക്കതിനകത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. ഇതിലും ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആകും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇത്രയും കാര്യങ്ങളിൽ ചുരുക്കുകയാണ്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരാളുടെ അടുത്ത് എന്തുകൊണ്ട് നിങ്ങൾ ജേർണൽ ചെയ്യണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായിരിക്കും പറയുക എന്നുള്ള കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ, ഒരുപാട്. നമ്മുടെ ലൈഫ് കൂടുതൽ നമുക്ക് നമ്മളെപ്പറ്റി തന്നെ കൂടുതൽ ക്ലാരിറ്റി തരാനും, നമ്മുടെ ഗോൾസൊക്കെ ഡിഫൈൻ ചെയ്യാനും, നമുക്കൊരു റിമൈൻഡർ തരാനും, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ള കാര്യമാണ്. പല ടൈപ്പ് ജേർണൽസും ഉണ്ട്.
ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ജേർണലിങ്ങിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്താൽ മതി. നമുക്ക് വേറൊരു വീഡിയോ അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യാം. അപ്പോൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കാര്യം പറയാം. ഒരു അധ്യയന വർഷം തുടങ്ങാൻ പോവുക അല്ലേ നമ്മുടെ ചെറിയ കൂട്ടുകാർക്ക്, അല്ലെ നിങ്ങളുടെ മകൾക്ക്, മകന്, അനിയന്, അനിയത്തിക്ക് നല്ലൊരു സമയമാണ് അവർക്ക് ഇതുപോലൊരു ജേർണൽ ഗിഫ്റ്റ് ചെയ്യാനായിട്ട്. ഷിപ്പിംഗ് ഇന്ത്യയിലും UAE-യിലും അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഫൈൻഡേഴ്സ് കീപ്പേഴ്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ. ചില കുട്ടികൾ 10ാം ക്ലാസ് കംപ്ലീറ്റ് ചെയ്തു, 12th കംപ്ലീറ്റ് ചെയ്തു.